നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്കിടയിൽ നോ കോണ്ടാക്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നെന്നും അവർക്കിപ്പോൾ അതിലുള്ള ഫീലിങ്സ്, നിങ്ങളുമായിട്ട് സെപ്പറേഷൻ വന്നതിലുള്ള ആ ഒരു ഫീലിങ്സ് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ഒരു സ്ട്രോങ് ആയ എനർജി കണക്റ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആകണമെങ്കിൽ, അക്യുറേറ്റ് ആകുന്ന നല്ലൊരു റീഡിങ്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് നമ്മുടെ റീഡിങ്സിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് അവരുടെ ഒരു ഫേസ് നല്ലപോലെ ഓർത്തുകൊണ്ട് മനസ്സിൽ വിചാരിച്ച് എനർജിയിലേക്ക് കണക്റ്റ് ചെയ്ത് തരിക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റമാണ് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ബന്ധത്തെ ഏത് രീതിയിലൂടെ കൊണ്ടുപോകണം ഫ്യൂച്ചർ വരെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ വളരെയധികം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ആ ഒരു ഫീലിങ്സോട് കൂടി കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം അഫർമേഷൻസ് എഴുതാൻ. അവസാനം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തന്നെ വേണം അഫർമേഷൻസിൻ്റെ എൻഡിങ് ചെയ്യാനായിട്ട്. അതായത് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവാകുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് പറയും തോറും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് ഓരോരോ അവസരങ്ങൾ പ്രപഞ്ചം ഇട്ട് തരും. നിങ്ങളുടെ റിലേഷനിൽ എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ലഭിച്ചു താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് ഇന്ന രീതിയിൽ ആ ഒരു കോൾ വന്നതിന്, ആ വ്യക്തിയെ കാണാൻ സാധിച്ചതിന്, നിറഞ്ഞ മനസ്സോടെ ആ ഒരു പേഴ്സൺ എന്നെ കണക്റ്റ് ചെയ്തതിന്, തെറ്റിദ്ധാരണകൾ മാറിയതിന്, സമ്പൂർണ്ണമാകുന്ന സന്തോഷകരമാകുന്ന സമ്പൽ സമൃദ്ധിയോട് കൂടിയ ആ ഒരു കുടുംബ ജീവിതം ഞങ്ങൾക്ക് ലഭിച്ചതിന് അതായത് ഫ്യൂച്ചറിലേക്ക് പോകരുത്, പ്രസൻറ്റിൽ തന്നെയാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഞാൻ നിന്നോട് ഒരുപാട് നന്ദി പറയുന്നു, ഞാൻ എന്നും നന്ദി ഉള്ളവളായിരിക്കും എന്നെപ്പോഴും പറയുക. എൻ്റെ ലൈഫിൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് ഓരോ ദിവസവും മിറാക്കിളുകൾ സംഭവിക്കുന്നു. അതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് എന്നും നന്ദി ഉള്ളവനായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഒരു സന്തോഷത്തോടു കൂടി ചെറുപുഞ്ചിരിയോടുകൂടി പറയുക. 100% നിങ്ങൾക്ക് ഞാൻ എഴുതി തരാം, നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മറിയും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നല്ലൊരു ഗൈഡൻസ് തേടുക. എന്താണ് തീരുമാനമെടുക്കേണ്ടത്, ഏത് സിറ്റുവേഷൻസിലൂടെ ആയിരിക്കും ഫ്യൂച്ചർ പോകുന്നത്, പാസ്റ്റിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്താണ് സംഭവിച്ചത്, മറ്റ് തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് എങ്ങനെയാണ്, അത് എൻഡ് ആകുന്നതാണോ, നിങ്ങൾക്ക് സെപ്പറേഷൻ ആണെങ്കിൽ റീയൂണിയൻ ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് ചോദ്യങ്ങൾ ടാറോയോട് ചോദിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു മൈൻഡ് റീഡിംഗ് ആണ്, അത് മനസ്സിലാക്കുക. 8 ഓഫ് കപ്സിൻ്റെ എനർജി ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. വളരെയധികം ഇമോഷണലി ഒരു എനർജിയിൽ നിന്നും വളരെയധികം പോസിറ്റിവിറ്റിയിലൂടെ കടന്നുപോയൊരു റിലേഷനിൽ നിന്നുമാണ് ഈ ഒരു ബന്ധം സെപ്പറേഷൻ പീരീഡിലേക്ക് പോയത്. ഒരു പക്ഷേ ഇതൊരു സക്സസ്സിലേക്ക് എത്താൻ തുടങ്ങിയ സമയത്ത് ഒരു വിവാഹം എനർജിയിലേക്കോ വളരെ സമ്പൽ സമൃദ്ധമാകുന്നൊരു ഹാപ്പി ലൈഫിലേക്കോ എന്താ പറയുക ഏറ്റവും നല്ല രീതിയിലേക്ക് ഈ ഒരു ബന്ധം പൂർവാധികം ശക്തിയോടുകൂടി പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ റിലേഷനിൽ സെപ്പറേഷൻ വന്നത്. മറ്റെങ്ങോട്ടോ ആ ഒരു സിറ്റുവേഷൻസിനെ തിരിച്ചുവിട്ടു, ചിന്തയെയോ പ്രവർത്തികളെയോ പെട്ടെന്ന് ഇതിൻ്റെ ഇടയിലൊരു നെഗറ്റീവ് സാഹചര്യം ഉടലെടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ നോ കോണ്ടാക്റ്റ് വന്നത്. നിങ്ങൾക്കൊരിക്കലും ഈ നിമിഷവും നിങ്ങൾക്ക് ആ ഒരു നോ കോണ്ടാക്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരുന്ന ഒരു സമയത്ത് ആ സാഹചര്യത്തിലാണ് നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ ഇറങ്ങിപ്പോയതായിട്ട് കാണാൻ സാധിക്കുന്നത്. കർമ്മഫലമാണ് കേട്ടോ, മുജന്മ കർമ്മഫലമാണ് നിങ്ങൾക്കിടയിലെ ഈ ഒരു ബന്ധം വന്നതും ഇതിനകത്ത് നിങ്ങൾ ഒരുപാട് പോസിറ്റീവാകുന്ന ഫ്യൂച്ചർ ലൈഫിലേക്കുള്ള പ്രതീക്ഷകളെ നിങ്ങൾ നെയ്തെടുത്തതും
ഈ ബന്ധം സെപ്പറേറ്റഡ് ആയതും പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്ത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല കേട്ടോ. നിങ്ങളിത് പെയിൻ അനുഭവിക്കുക, നിങ്ങളൊന്ന് സ്ട്രഗിൾ ചെയ്യുക എന്നൊക്കെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വിധി ഉണ്ടായിരുന്നു. അതായത് നിങ്ങളാണ് ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിരുന്നത്, കമ്മിറ്റഡ് ആയിരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സ്വപ്നം കണ്ടത് മുഴുവൻ ഈ ഒരു റിലേഷനിൽ നിങ്ങളാണ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ബന്ധത്തിന് റെസ്പോൺസിബിലിറ്റി എടുത്തതും ഹാർഡ് വർക്ക് ചെയ്തതും. അത് മുന്നോട്ടേക്കാണെങ്കിലും എന്തും ത്യജിക്കാൻ ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നതും നിങ്ങൾക്ക് തന്നെയായിരുന്നു. ഇമോഷണൽ അബണ്ടൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. ജീവിതത്തിലേക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും പ്രഷ്യസായ നിമിഷങ്ങളായിരുന്നു നിങ്ങൾക്കുടെ ജീവിതത്തിൽ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച ഇമോഷണൽ എക്സ്പീരിയൻസ്. ഒരു പക്ഷേ ഇതിനു മുൻപും നിങ്ങൾ ഇത്രയും സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ ആരെയും സ്നേഹിച്ചിട്ടും ഉണ്ടാകില്ല. ഇനി ഫ്യൂച്ചറിലേക്കാണെങ്കിലും നിങ്ങൾക്കത് ലഭ്യവുമല്ല കേട്ടോ. ഈ ലഭിച്ച സ്നേഹം, ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ അനുഭവിച്ച ഓരോ കാര്യങ്ങളും അതിനപ്പുറത്തേക്ക് ഇനി മറ്റൊരിടത്ത് നിന്നും നിങ്ങൾക്ക് ലഭിക്കത്തുമില്ല, നിങ്ങൾക്കത് ഫീൽ ചെയ്യത്തുമില്ലാത്തൊരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ഒരു കമ്പാഷൻ എനർജി ആയിരുന്നു, വളരെ പോസിറ്റീവായിരുന്നു, ഒരു സോൾ പർപ്പസ് ആയിരുന്നു. പക്ഷേ അത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിരുന്നു. പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ടായിരുന്നു. ആ ഒരു കർമ്മയിലേക്ക് എത്തണമെങ്കിൽ, നിങ്ങൾ കുറച്ചൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ആഴത്തിൽ അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. ക്വീൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റിലേഷനിൽ നിങ്ങൾ വളരെയധികം റെസ്പോൺസിബിലിറ്റിയോട് കൂടി നിന്നു, വളരെ പോസിറ്റീവായിരുന്നു, നിങ്ങൾ ഓവർ കമ്മിറ്റഡ് ആയിരുന്നു, പൊസസീവ്നെസ് വളരെ കൂടുതലുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ. നിങ്ങൾ ഈ ഒരു റിലേഷനെ വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ അടക്കി, അതായത് വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് വേണമെന്നുള്ള ഒരു ആഴത്തിലെ ഫീലിങ്സിലേക്ക് നിങ്ങൾ ഇറങ്ങി നിന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് നോക്കുമ്പോൾ അവരൊരു ഇമോഷണൽ ബാലൻസ് ഉള്ള വ്യക്തികളായിരുന്നു കേട്ടോ. വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങളെ കാണാനുള്ളൊരു എനർജി, അങ്ങനെയൊക്കെയുള്ളൊരു എന്താ പറയുക, ഒരു മിതത്വം, ഒരു പക്വതയാർന്ന ഒരു എനർജിയിലാണ് നിന്ന്. നിങ്ങളിൽ ഇവിടെ ഒരു പക്വതക്കുറവിൻ്റെ ഒരു പ്രസൻസ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അവരൊരു നിമിഷം ഒന്ന് ചഞ്ചലിക്കപ്പെട്ടു പോയൊരു നിമിഷം പറയേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു റിലേഷനിൽ ഒരു നോ കോണ്ടാക്റ്റിനുള്ള കാരണം മറ്റൊരു കരിയർ ബേസിലുള്ളൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിനും വളരെ പ്രാധാന്യമുണ്ടായിരുന്നു കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു വ്യക്തിയെ അമിതമായിട്ട് ഫോളോ ചെയ്തത് നിങ്ങളുടെ പേഴ്സണ് വലിയൊരു ലോസ് ഫീലിങ്സ് വന്നൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ ഫീലിങ്സ് വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ മറ്റൊരു ലേഡി പ്രസൻസ്, ഒരു ഫെമിനിയൻ എനർജിയുടെ ഓവർ കൺട്രോളിങ് ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷന് ഉള്ളിലെന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളറിയാതെ ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷനിടയിൽ ഉണ്ടായിരുന്നൊരു എന്താ പറയുക, ഒരു ബ്ലാക്ക് എനർജിയുടെ, ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് പോലെ കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ വ്യക്തി അത്രത്തോളം കമ്മിറ്റഡ് ആയിരുന്നില്ല, അയാൾ അത്രത്തോളം ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടിയോ ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയോ അല്ലായിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ നിന്നത്. എപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു അൺഹെൽത്തി ഫീലിങ്സ് ഉണ്ടായിരുന്നു. നിങ്ങളിനി മാര്യേജ് എനർജിയിൽ എത്തിയ വ്യക്തികളാണെങ്കിൽ പോലും, നിങ്ങളുടെ വിവാഹ ജീവിതത്തിലാണെങ്കിൽ പോലും അവർക്കൊരു ആത്മസംതൃപ്തി ഇല്ലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർക്കൊരു അൺഹെൽത്തി ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്താവാം, ഹെൽത്ത് പരമായിട്ടുള്ള ചില പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു കാണാം. എന്താണെങ്കിലും ഇതിനകത്ത് ഈ ഒരു നെഗറ്റീവ് ഫീലിങ്സ്, കൺഫ്യൂഷന് കാരണം മറ്റൊരു ലേഡി പ്രസൻസിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു എനർജിയുടെ, ഒരു ഫെമിനിയന് തുല്യമാകുന്ന അല്ലെങ്കിൽ ഒരു ഫെമിനിയൻ ക്യാരക്ടറിനോട് ബേസ് ചെയ്യുന്ന, അത് മസ്കുലിനിലും ആവാം കേട്ടോ ഫെമിനിയൻ ക്യാരക്ടറിൻ്റെ എനർജി. കാരണം ഈ അട്രാക്ഷൻ, അഡിക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിടിച്ചെടുക്കൽ, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ നമുക്ക് ഫെമിനിയൻ എനർജി എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് ലേഡീസിന് മാത്രം ഉള്ളതാണെന്നുള്ളത് കേട്ടോ. മസ്കുലൻ, പുരുഷന്മാർക്കിടയിലും നെഗറ്റീവാകുന്ന ലേഡീസിൻ്റെ ഹോർമോൺ എനർജി കൂടുതലുള്ള മസ്കുലൻ എനർജികളും ഉണ്ടാവും കേട്ടോ.
അപ്പോൾ ആ ഒരു എനർജി പ്രസൻസ് ഒരു എന്താ പറയുക, ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. വിവാഹ ലൈഫിലേക്ക് പോയ ബന്ധങ്ങളിലേക്കാണെങ്കിൽ പോലും, അതായത് ഒരു ഫാമിലി ലൈഫിലുള്ള വ്യക്തികളുടെ റിലേഷനിലാണെങ്കിൽ പോലും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിലൊരു ശക്തമാകുന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, സംതൃപ്തിക്കുറവുണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നാണ്. കാരണം ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ എന്നുള്ളൊരു ആശയക്കുഴപ്പം അവരിലുണ്ടായിരുന്നു. കാരണം ഇത് പോകില്ല, അല്ലെങ്കിൽ ഇതൊരു ലോങ് ടൈം എനർജിയിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളൊരു പ്രോബ്ലംസ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിൻ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞതുപോലെ മറ്റൊരു എനർജിയുടെ പ്രസൻസും, കൂടാതെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെയും കാണിക്കുന്നുണ്ട്, സാമ്പത്തികപരമാകുന്ന പ്രശ്നങ്ങളെയും കാണിക്കുന്നുണ്ട്. പിന്നെ ചില എനർജികളിൽ ശക്തമാകുന്ന തേർഡ് പാർട്ടി പ്രസൻസ്, നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൻ്റെ എനർജി ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആയിരുന്നു കേട്ടോ. നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ അട്രാക്റ്റഡ് ആയിട്ട് വന്നു എങ്കിൽ പോലും അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് മുൻപ് പാസ്റ്റിലുള്ളൊരു എനർജിയുടെ പ്രസൻസ് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അത് അവർ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്താണ് കേട്ടോ നിർത്തിയത്. നിങ്ങൾക്ക് ഒരു രീതിയിലും അത് അറിവ് ലഭിക്കരുതെന്നുള്ള രീതിയിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളും ആ ഒരു തേർഡ് പാർട്ടീനെയും മാനേജ് ചെയ്ത് കൊണ്ടുപോയതെന്നുകൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളത് അറിഞ്ഞ ചില എനർജികളിലേക്ക് നോക്കുമ്പം അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ചോദ്യം ചെയ്യലുകളും വഴക്കുകളും എപ്പോഴും സംശയദൃഷ്ടിയോടുകൂടിയുള്ള സംസാര സിറ്റുവേഷൻസുകളും എല്ലാം നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുമെല്ലാം നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ളൊരു നോ കോണ്ടാക്റ്റിന് കാരണമായി അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഈ ഒരു പേഴ്സണിലേക്ക് ഫോക്കസ്ഡ് ആയിരുന്നു. കാരണം നിങ്ങളെല്ലാം ക്ഷമിക്കാൻ തയ്യാറായിരുന്നു, സമാധാനപരമായി മുന്നോട്ടേക്ക് പോകാനും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വേണമായിരുന്നു. നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ആഴത്തിൽ സ്നേഹിക്കുകയായിരുന്നു, അവരുടെ കുറവുകളെയും തെറ്റുകളെയും എല്ലാം ക്ഷമിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ ഈ ചോദ്യം ചെയ്തു എന്നുള്ള രീതിയിലും നിങ്ങൾ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയൊക്കെ ബേസ് ചെയ്ത് അവർ തന്നെയാണ് നിങ്ങളെ റിജക്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിൽ നിന്നും ആ പേഴ്സൺ തന്നെ മൂവ് ഓൺ ചെയ്തു പോയത്. കാരണം ഇതാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, അതായത് കോൺഫ്ലിക്റ്റിൽ നിന്ന് ഒളിച്ചോടുക. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴെല്ലാം ഈ തേർഡ് പാർട്ടിയെ ബേസ് ചെയ്തുള്ള സംസാരം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും തേർഡ് പാർട്ടിയിലാണ് ഫോക്കസ്ഡ് എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അവിടെയാണ് കൂടുതൽ ബാലൻസ് ചെയ്യുന്നത്. നിങ്ങളെക്കാൾ പ്രയോറിറ്റി തേർഡ് പാർട്ടിയോടാണ് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളെ വല്ലാതെ തളർത്തുകയും അലട്ടുകയും ചെയ്ത സിറ്റുവേഷൻസിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ സംസാരത്തിൽ അത് കണക്റ്റ് ചെയ്ത് വരികയും അത് അവസാനം ഫൈറ്റിങ്ങിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ചിന്തിച്ചത് ഒരു സെൽഫ് ലവ്, അതായത് അവർക്ക് ആരും വേണ്ട, ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോവുക, സമാധാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചില എനർജികളിൽ നോ കോണ്ടാക്റ്റ് വന്നത് കേട്ടോ. അവർ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നൈസായിട്ട് അങ്ങ് മാറി, അതായത് മൂവ് ഓൺ ചെയ്തു. ഒരു എസ്കേപ്പിംഗ് എനർജിയാണ് ഇവിടെ കാണുന്നത്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും കുറച്ച് ആളുകളുടെ സിറ്റുവേഷൻസിൽ നോ കോണ്ടാക്റ്റ് വന്നതായിട്ട് കാണുന്നുണ്ട്. ചില എനർജികളിലേക്കൊക്കെ നോക്കുമ്പം കാലം നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിരുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻസ്. നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടതാണ്. ഇവിടെ പ്രയോറിറ്റി ആയിട്ട് ചില വ്യക്തികളുടെ എനർജിയിൽ നോക്കുമ്പം ഫാമിലി, പേരൻസിൻ്റെ ഒരു നെയിം ആൻഡ് ഫെയിം എനർജിയെ ബേസ് ചെയ്ത്, ഫാമിലിയുടെ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫാമിലിയും നിങ്ങളും ഒരു ആ രണ്ട് സിറ്റുവേഷൻസിനെയും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു. ഫാമിലീനെയും കളയാൻ പറ്റില്ല, നിങ്ങളെയും കളയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിങ്ങളവിടെ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് മാറി. അങ്ങനെ നിങ്ങൾക്കിടയിൽ നോ കോണ്ടാക്റ്റ് വന്നിരിക്കുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇപ്പോഴും ചില സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ പ്രയോറിറ്റി അവർ നൽകുന്നുണ്ട്, ചില സമയത്ത് അവർക്ക് അവരുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷനിലാണ് ചില എനർജികളിൽ ബന്ധങ്ങൾ നിൽക്കുന്നത്. ചിലതൊക്കെ ഫാമിലി വളരെ സ്ട്രോങ് ആയി വന്ന് നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സം വരുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി ആവശ്യമാണ്, ഒരു കോൺഫിഡൻസിൻ്റെ എനർജി ആവശ്യമുണ്ട്. അവർക്കൊരു
വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കണം, എവിടെ നല്ല രീതിയിലൊരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അത് ചേഞ്ച് ആയാൽ മാത്രമാണ് നോ കോണ്ടാക്റ്റിൽ നിന്നും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്ത് ഒരു കോണ്ടാക്റ്റ് എനർജിയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഫാമിലിയിൽ പേരൻസിൻ്റെ അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ ഒരു കുത്തിത്തിരിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെയും ഈ വ്യക്തിയെയും കണക്ട് ചെയ്ത് നിൽപ്പുണ്ട്. അതിൻ്റെ ബേസിൽ അവർക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റാതെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ ഒരു എനർജി ഇതിനകത്തുണ്ട്. അത് കർമ്മ ബേസിൽ സംഭവിച്ചിരിക്കുന്നതാണ്, കർമ്മപരമായിട്ടാണ്. നിങ്ങൾക്ക് കണ്ടുമുട്ടാനും സ്നേഹിക്കാനും കുറേ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ളൊരു യോഗം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ ഈ ഒരു ബന്ധം എൻഡായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ റീബർത്ത് എനർജി ഉണ്ട് കേട്ടോ. ഒരു കർമ്മയുടെ ഒരു കാർമിക സമയം കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലേക്ക് ഈ ഒരു വ്യക്തിയുടെ റീയൂണിയൻ എനർജി 100% പോസിബിളാണ്. നിങ്ങൾ അതിനകത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സമാധാനപരമായിട്ട് നിങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുക. ആ വ്യക്തിയിൽ തന്നെ ഈ ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണിൽ ഫോക്കസ് ചെയ്താലും നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളിലേക്ക് പ്രാധാന്യം കൊടുത്ത് പോകാൻ ശ്രമിക്കുക. ബാലൻസ് എല്ലാം ആ ഒരു വിധിക്കനുസരിച്ച് ആ ഒരു കർമ്മയുടെ കാർമിക് സിറ്റുവേഷൻസിൻ്റെ എൻഡിങ്ങിനനുസരിച്ച് നിങ്ങളിലേക്ക് റീയൂണിയൻ എനർജി 100% പോസിബിളാണ് കേട്ടോ. ചില എനർജികളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇതിനകത്ത് വളരെ ശക്തമായ ബർഡൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ കരിയർപരമാകുന്ന പ്രശ്നങ്ങളൊക്കെ അവർ ശക്തമായിട്ട് നേരിടുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു കാണാം. നിങ്ങളുടെ സ്നേഹത്തെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടെ ആ ഒരു സാന്നിധ്യം അവർക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാനുണ്ടായ മെയിൻ കാരണമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമില്ലാത്ത കുറേ ബർഡൻ ചുമക്കേണ്ടി വന്ന ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ വന്നു. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം കുറേ പ്രതികൂലമാകുന്ന സിറ്റുവേഷൻസ് അവരുടെ കരിയർ എനർജിയെ ബേസ് ചെയ്ത് അവർക്കൊരു വീഴ്ചകളും അതല്ലെങ്കിൽ ഒരു ലോസ് എനർജി ഫീൽ ചെയ്തു. കരിയർ പാതയിൽ അവരെന്തൊക്കെയോ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പെടേണ്ടി വന്നിരുന്നു. കരിയർ എനർജിയിൽ അവർ ഓക്കെ അല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ അവരുടെ മനസ്സിനകത്ത് എപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്കൊക്കെ പോകുമ്പം അതിനകത്ത് നോക്കുമ്പോൾ അവർക്ക് വലിയൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം അവരുടെ ലൈഫിനെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ നിങ്ങളുടെ എനർജിയെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പ്ലസ് അവരുടെ സിറ്റുവേഷൻസുകൾ അവരുടെ കരിയർ പരമാകുന്ന കാര്യങ്ങളാവാം, മറ്റു ഭൗതികമാകുന്ന പല കാര്യങ്ങളിലും അവർക്ക് ഓവറാകുന്ന പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബർഡനായിരുന്നു അവരുടെ ലൈഫിൽ കുറേ കാലം. അതുമെല്ലാം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷന് കാരണമായി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചില എനർജികളിലൊക്കെ ഈ വിവാഹം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്ന് നിന്നതാണെങ്കിൽ അവിടെയെല്ലാം ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ്, അതായത് നിങ്ങളുടെ വിധിയെ മാറ്റിമറിച്ചു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് വിധിച്ചതല്ല എന്നുള്ള ഒരു കാര്യവും കൂടി ഈ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നത് അസാധ്യമായിരുന്നു. ആ ഒരു ബന്ധത്തിനകത്തൊരു സ്റ്റോപ്പിംഗ് വന്നു. അതായത് വിവാഹം പോലുള്ള ഒരു എനർജിയിലേക്ക് സിംഗിൾ എനർജിയിലുള്ളവർക്ക് വിവാഹ യോഗമില്ലായിരുന്നു ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത്. അതുകൊണ്ടാണ് ഈ ഒരു റിലേഷനിൽ നോ കോണ്ടാക്റ്റ് വന്നത്. വിവാഹം പോലുള്ള ഒരു എനർജിയിലേക്ക് എത്തി ആ ബന്ധം മുന്നോട്ടേക്ക് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി പോകാൻ യോഗമില്ലാത്തത് കൊണ്ട് കുറച്ച് ആളുകളിൽ സിംഗിൾ എനർജിയിൽ നിൽക്കുന്നവരിൽ ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വന്ന് നോ കോണ്ടാക്റ്റ് എനർജിയിലേക്ക് പോകേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഒരു വിരക്തി ഫീലിങ്സ് വന്നു. അതായത് ഒരു മടുപ്പ്, അല്ലെങ്കിൽ ഇത് എൻ്റെ ലൈഫിലേക്ക് ഓക്കെ അല്ല എന്നുള്ളൊരു തോട്ട്സ് കണക്റ്റഡായി. അതൊരു ഡബിൾ എനർജി പ്രസൻസിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ. ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ആണ് അതിന് കാരണമായത്. എന്താ ഫുൾ എനർജി വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് അവർക്ക് ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് എനർജി കണക്റ്റഡ് ആയതും നിങ്ങളുടെ റിലേഷനിൽ നോ കോണ്ടാക്റ്റിന് കാരണമായി. അതായത് ഒരു പക്ഷേ ഇവരെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഒരു കർമ്മ ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കർമ്മയെ ബേസ് ചെയ്ത് ഇവരുടെ ജീവിതത്തിൽ നിന്നും പാസ്റ്റിൽ മാറി നിന്ന ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആയി എന്നുള്ളതാണ് കാണുന്നത്. അതിന് കണക്റ്റ് ചെയ്ത് തന്നെ അവരെന്ത് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറി.
ഒരു മെൻ്റൽ ക്ലാരിറ്റി, ഒരു തിരിച്ചറിവിലേക്ക് അവർ പോയതായിട്ടാണ് കാണുന്നത്. ലീഗൽ പരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ള സമയത്ത് അവർ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തും നിങ്ങളിൽ നിന്നും ഒരു നോ കോണ്ടാക്റ്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു, നിങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു. അത് അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കത്തിന് കാരണമായി. ചില മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ കണക്റ്റഡ് ആയതായിട്ടും കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളെ കണക്റ്റ് ചെയ്ത് സംഭവിച്ചതാണ് കേട്ടോ. തെറ്റിദ്ധാരണകളും കർമ്മ ബേസും അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസിനെ എല്ലാം ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. റിയൂണിയൻ എനർജി ഇതിനകത്തുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസിന് അനുസരിച്ചാണ് കേട്ടോ. അതായത് ഒരു കർമ്മയുടെ എൻഡിങ്ങിനനുസരിച്ചാണ് നിങ്ങൾക്ക് റിയൂണിയൻ എനർജിയുടെ പ്രസൻസ് കാണാൻ സാധിക്കുന്നത്. പ്രതിസന്ധികളൊക്കെ മാറും, തടസ്സങ്ങളെല്ലാം മാറി ഒരു പുതിയ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു പാഷനോട് കൂടി, ഒരു തിരിച്ചറിവോട് കൂടി ആക്ഷൻ എടുക്കുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് വന്നതിൽ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു ബൗണ്ടറി തീർത്തിരുന്നു. അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തൊക്കെ പോയ വ്യക്തികളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങളുമായിട്ട് യാതൊരു രീതിയിലും കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കാതെ നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ബൗണ്ടറിയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവരത് ചിന്തിക്കുന്നുണ്ട്, ചെയ്തത് തെറ്റാണല്ലോ എന്നുള്ളൊരു ചിന്ത അവരിലുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് അവർ ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സണാണ് കേട്ടോ. ഫാമിലിയെ മറന്നുകൊണ്ട്, പേരൻസിനെയും മറ്റു ബന്ധങ്ങളെയും മറന്നുകൊണ്ട് ഒരു കാരണവശാലും അവരൊരു തീരുമാനവും എടുക്കില്ല. ആ ഒരു സിറ്റുവേഷൻസിൽ ഇപ്പം അവർ സ്വയം ചിന്തിക്കുന്നുണ്ട്. അവരെടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്ന ഒരു തീരുമാനങ്ങളെല്ലാം പോസിറ്റീവ് ആയിരുന്നോ, ഇതിങ്ങനെ ആയിരുന്നോ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഇപ്പം അന്വേഷിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അവരൊരു മീറ്റപ്പ് എനർജി നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹം, അതിനുവേണ്ടി ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ഭയമുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭയത്തിൻ്റെ എനർജി, ആ ഒരു ബർഡൻ അവസാനിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചില നെഗറ്റീവ് ചിന്തകൾ, നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ ഒരു നെഗറ്റീവ് തോട്ട്സ് അവരിലേക്ക് വന്നിരുന്നു. ഒരു പക്ഷേ അവർക്ക് ഈ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളും നഷ്ടങ്ങളൊക്കെ നേരിടേണ്ടി വരുമോ, ഒരു അൺഹെൽത്തി ഫീലിങ്സ് ഉണ്ടായിരുന്ന എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ ആ ഒരു ചിന്തയൊക്കെ മാറി തുടങ്ങി കേട്ടോ. അവർക്ക് ആ ഒരു ബർഡൻ ഇറക്കി വെക്കാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളോട് തോന്നിയ ആ ഒരു താല്പര്യക്കുറവ്, അതല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ, അതൊക്കെ അവരിൽ നിന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ ചിന്തിക്കുന്നത്, അവരെടുത്ത തീരുമാനം, അവർ നിങ്ങളോട് കാണിച്ച ചില കാര്യങ്ങൾ ശരിയായിരുന്നില്ല, ഒരിക്കൽ കൂടി ആലോചിച്ച് തീരുമാനമെടുക്കാമായിരുന്നു. നിങ്ങളുടെ ആ ഒരു ഓവർ കൺട്രോളിങ് എനർജി അവരെ വല്ലാതെ കണക്റ്റ് ചെയ്ത് നിന്ന്, അവരിങ്ങനെ മുറുകെ പിടിച്ച് നിന്ന ആ ഒരു സിറ്റുവേഷൻസ് അവർക്കിപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം അത് നിങ്ങളുടെ ഒരു ആത്മാർത്ഥതയായിരുന്നു എന്നും ഇപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി ഫോക്കസ്ഡ് ആണ് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്ന ഒരു എനർജിയിലൂടെയാണ് കേട്ടോ അവർ കറൻറ്റിലേ കടന്നു പോകുന്നത്.